ശ്രീ ബിനോയ് വിശ്വം ടെലിഫോണിൽ. ശ്രീ ബിനോയ് വിശ്വം, അങ്ങ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ കേട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് പ്രതികരണം? ഞാനത് കേട്ടു. എനിക്കത് ഉണ്ടാക്കിയത് അമർഷവും പ്രതിഷേധവും രോഷവും നിരാശയും എല്ലാമാണ്. ഇന്ത്യയുടെ ഒരു മന്ത്രിക്ക് അങ്ങനെ പ്രസംഗിക്കാൻ പറ്റും? ഇങ്ങനെ സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷം പൂർത്തിയാകുമ്പോൾ നമ്മുടെ ഒരു മന്ത്രി ഇതുപോലെ പ്രസംഗിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഭരണഘടനാ പ്രമാണങ്ങളെല്ലാം തള്ളി പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ചാതുർവർണ്ണത്തിന്റെ ഒരു തടവുകാരനായി ജീവിക്കാൻ തീരുമാനിച്ച ആൾക്കാർക്ക് പറയാൻ പറ്റുള്ളൂ. സുരേഷ് ഗോപി ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ പണ്ടേ ചവറ്റുകൊട്ടകൾ തള്ളിക്കളയേണ്ട അത്രയും പ്രാകൃതമായ വീക്ഷണമായ ചാതുർവർണ്ണത്തിന്റെ ഒരു കൊള്ളൂത്തുകാരനപ്പുറം സ്വയം മാറുകയാണ്. ആ മാറ്റം നല്ലതല്ല. ഇന്ത്യൻ ജനങ്ങളെ അവഹേളിക്കലാണ്. അത് ഭരണഘടനയെ തള്ളിപ്പറയുകയാണ്. ഇതുപോലൊരു മന്ത്രിയായിരിക്കും യോഗ്യനല്ല. അതുകൊണ്ട് ഉറപ്പായും ഞാൻ പറയുന്നു, ഈ മന്ത്രിയെ BJP പുറത്താക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്താണ്, BJPയുടെ ആശയമാണ് സുരേഷ് ഗോപി നയിക്കുന്നത്. ആ ആശയത്തിന്റെ കാതൽ ചാതുർവർണ്ണയമാണ്. അതിനകത്താണ് ബ്രാഹ്മണ മഹത്വം ഉദ്ഘോഷിക്കുന്നത്. അതാണ് ആദിവാസി ഏറ്റവും നീചനാണെന്ന് പറയാൻ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. അങ്ങനെയുള്ള ആദിവാസിയെ നീചനും ബ്രാഹ്മണനെ മഹാനുമായി മാറ്റിയ പറഞ്ഞ അതിന് തുടരെ അദ്ദേഹം പറയുന്ന കാര്യം, അങ്ങനെ ഗോത്ര വിഭാഗത്തിലുള്ളവർ മുന്നാക്ക വിഭാഗത്തിന്റെയും കൈകാര്യം ചെയ്യുന്ന നിലയ്ക്കെന്നാണ്. അതിനെ കുറിച്ചുകൂടി അങ്ങ് കണക്കാക്കുന്നു. ഞാൻ അത് കേട്ടു. അവർക്ക് എത്ര യാന്ത്രികമായ വാദമാണ്. അദ്ദേഹത്തെ മനസ്സിലുള്ളത് മുറ്റുനിൽക്കുന്ന ബ്രാഹ്മണ്യവാദമാണ്. അദ്ദേഹം പണ്ടൊക്കെ ഓർമ്മ കേട്ടോ, അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായിട്ട് ജനിക്കാൻ നോക്കുന്നതാണ് അദ്ദേഹം. മുജ്ജന്മത്തിലെ പാതകൾ ഈ ജന്മത്തിൽ ദളിതനും ആദിവാസിയുമാകും. മുജ്ജന്മത്തിലെ പുണ്യപ്രവർത്തി അവരെല്ലാവരും ബ്രാഹ്മണനാകുമെന്ന് പഠിപ്പിക്കുന്ന വീക്ഷണങ്ങളെയാണ് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ മനുസ്മൃതിയുടെയും ചതുർവർണ്ണത്തിന്റെയും യഥാർത്ഥത്തിലുള്ള അനുയായിയാണ്. പൂർണ്ണ അർത്ഥത്തിൽ അദ്ദേഹം ഒരുപാട് കാലം പുറകിലാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ള മനുഷ്യന്റെ നാവിലുള്ള വാർത്ത എനിക്ക് പറയുന്നത് BJPയെ പറ്റിയാണ്. ഇതേപ്പറ്റി എന്താ പറയണ്ടേ? BJP ഇത്തരം മന്ത്രിമാരെ എന്തിനാണ് വ്യക്തപ്പെടുത്തുന്നത്? ആ പാർട്ടി ഇത്രയും പ്രാകൃതമായ വ്യവസ്ഥയെയും വീക്ഷണങ്ങളെയും സംരക്ഷിച്ചു നിൽക്കുന്ന പാർട്ടിയാണെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് അത്ഭുതമില്ല. ആ പാർട്ടി അങ്ങനെ തന്നെയാണ്. ഒരു മന്ത്രി പറയുന്നു, കേരളം എപ്പോഴും പറയണം ഞങ്ങൾ പിന്നോക്കമാണ് എന്ന് പറഞ്ഞാലേ അവകാശപ്പെട്ട് പങ്കു തരുമെന്ന് പറയുന്നു ഒരു മന്ത്രി. നമുക്ക് ലഭിക്കേണ്ട ന്യായമായ ഭരണഘടനാപരമായിട്ടുള്ള വിഘടനത്തിൽ പോലും പറയണം വിദ്യാഭ്യാസത്തിൽ പിന്നോക്കമാണ്, ആരോഗ്യത്തിൽ പിന്നോക്കമാണ്, സാമ്പത്തികക്ഷേമത്തിൽ പിന്നോക്കമാണ്, എല്ലാത്തിലും പിന്നോക്കമാണെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്താൽ നമുക്ക് ഒരു പണം തരും. അത്രേ. ഇവരാരാണ് ഇവർ? കേന്ദ്രത്തിലെ ഏതോ സഹമന്ത്രിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ ധൈര്യമുണ്ടാകണമെന്ന് എങ്ങനെയാണ്? ആരാണ് ഇവർക്ക് ഈ നാക്ക് കൊടുത്തത്, ഈ ധൈര്യം കൊടുത്തത്? ഇതെല്ലാം ഒരു രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ദയനീയമായിട്ടുള്ള അവസ്ഥയെ ചൂണ്ടിക്കാണിക്കുന്നത്. ദയനീയ അവസ്ഥയാണത്. ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ അധപ്പതനത്തിന് ദയനീയ മുഖമാണ് ഇവരെല്ലാം. എനിക്ക് പറഞ്ഞാൽ രാജ്യവും ലോകവും ചരിത്രവും തള്ളിക്കളയുന്ന എല്ലാത്തരം പ്രാകൃതക്ഷണത്തിന്റെയും ജീവിക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ് ഇത്തരം മന്ത്രിമാർ. ഈ മന്ത്രിമാരാണ് BJPയുടെ മുഖമെങ്കിൽ ആ മുഖത്തിനെ ഇന്ത്യ വിളിക്കുന്നത് വെറുക്കപ്പെട്ട മുഖമെന്നായിരിക്കും. എത്രയും വേഗം ഇവര് വിട്ടൊഴിഞ്ഞ് തുടങ്ങേണ്ടവരാണ്. BJP വിട്ടുകളയില്ല. കാരണം BJPക്ക് അവരെ ചേർത്ത് പിടിച്ച മതിയാകും. ഞാൻ രാഷ്ട്രപതിയോട് അഭ്യർത്ഥിക്കുകയാണ്. ആദിവാസിയായ വനിതയായിട്ടുള്ള നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ദ്രൗപദി മുർമുവാണ്, രാഷ്ട്രപതിയാണ് ഇന്ത്യൻ ഭരണഘടനകളെ കസ്റ്റോഡിയൻ. ആ കസ്റ്റോഡിയൻ രാഷ്ട്രപതിയെ അഭ്യർത്ഥിക്കുകയാണ്. ഭരണഘടനയുടെ മൂല്യങ്ങളെ തൊട്ട് അധികാരം കൈയാളാമെന്ന് സത്യവാചകം ചൊല്ലി അധികാരമേറ്റ 2 മന്ത്രിമാർ ഇത്തരം ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ അവരെ എങ്ങനെ വേണം നേടാനെന്ന കാര്യത്തെപ്പറ്റി വ്യക്തത വേണം നമ്മുടെ രാഷ്ട്രപതിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് രാഷ്ട്രപതി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി അറിയാവുന്ന വിദഗ്ധരുമായിട്ട് സംസാരിക്കണം. അതിനുള്ള അവകാശം അവർക്ക് ആ മഹത്തായ വനിതയ്ക്കുണ്ട്. അതുകൊണ്ട് രാഷ്ട്രപതി ബന്ധപ്പെട്ട നിയമജനമായി ആലോചിച്ചിട്ട് ഇതുപോലെ പറയുന്ന മന്ത്രിമാരെ നിയമം എങ്ങനെ വേണം അമേരിക്കയുടെ പ്രകാരം കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉത്സാഹിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഞാൻ അഭ്യർത്ഥിക്കുന്നത് അങ്ങനെ വേണമെന്നാണ്. ഞാൻ ഒന്നുകൂടെ ഓർക്കട്ടെ, ഇവിടെ ഒരു അനുഭവം കൂടെ പറയേണ്ടതുണ്ട്. നമ്മുടെ പാർലമെന്റിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ ഉണ്ടായിരുന്നു. പാർലമെന്റിന്റെ ആ വേദിയിലല്ല, ആ ചടങ്ങ് ഞാനും ഉണ്ടായിരുന്നു ഒരു പ്രേക്ഷകനായിട്ട്.
ശരി, വളരെ നന്ദി ശ്രീ ബിനോയ് വിശ്വം. അങ്ങ് പറഞ്ഞ വാക്കുകൾ വ്യക്തമാണ്. ഇത് ഭരണഘടനാ വിരുദ്ധം എന്ന് തന്നെയാണ്. ആ നിലയ്ക്കുള്ള നടപടികൾ എടുക്കണമെന്നാണ് ശ്രീ ബിനോയ് വിശ്വം ആവശ്യപ്പെടുന്നത്.